എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LG ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്ത് കുറച്ച് ചില സമയം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ മുകളിലുള്ള ഇത്രയും LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് എറർ കാണിക്കുന്നു എന്നുള്ള ഒരു കംപ്ലയിൻ്റായിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വരാത്ത ബേസ് മോഡലിൽ വരുന്ന ടൈപ്പ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ബോർഡാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വയറിംഗ് കിറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പവർ ബട്ടൺ അടിച്ച് ഓണാക്കാം. ഇതാണ് ഈ ഒരു മെഷീൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈറ്റ് ഇത്രയും ഇങ്ങനെ കിടന്ന് ബസറും അടിച്ച് ഇങ്ങനെ കത്തിക്കൊണ്ടേ കിടക്കും. വേറെ ഫങ്ഷനും കാര്യങ്ങളൊന്നും തന്നെ വർക്ക് ചെയ്യത്തില്ല. വേറെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സെയിം എററിലോട്ട് കൊണ്ടേയിരിക്കും. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ എററാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇത് ശരിയാക്കാൻ പറ്റാത്ത കണ്ടീഷനുണ്ട്. ഇത് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനും നമുക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് എറർ വരാനുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വയറിംഗ് കിറ്റിനകത്ത് ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡ്രമ്മിനടിയിൽ നമ്മുടെ ഹീറ്റർ കോയിലിൻ്റെ സെൻട്രലായിട്ട് വരുന്നതാണ് ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ. ഇതിനകത്ത് അത് കൺസീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു 2 വയർ മാത്രമേ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സെൻസർ കാണാൻ പറ്റില്ല. ഈ സെൻസർ അതിനകത്ത് ഇൻസേർട്ട് ഇട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റുന്നതുകൊണ്ട് റെഡിയാക്കാൻ പറ്റാത്ത കണ്ടീഷനുമുണ്ട്. റെഡിയാക്കാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനെ കുറിച്ച് നോക്കാം. റെഡിയാക്കാൻ പറ്റാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു വയർ, ഈ ഒരു സെൻസറിൻ്റെ ബോർഡിലുള്ള സർക്യൂട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് വരുന്ന ഈ മെയിൻ IC-ലോട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് ഡിവിഷൻ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു സർക്യൂട്ടിലോട്ട് പോകുന്ന മെയിൻ IC-ലോട്ട് പോകുന്ന പിന്ന് ഷോർട്ടിങ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പിന്ന് ഷോർട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഒരിക്കലും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ഫങ്ഷനും കാര്യങ്ങളും എല്ലാം ഓൺ ആവും, എടുക്കും, എല്ലാം ചെയ്യും. ഈ ഒരു എറർ ലൈറ്റ് വരും. പക്ഷേ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരു മെയിൻ IC എന്ന് പറയുന്നത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ മെയിൻ IC വരുന്നത്. ഈ IC-യിലുള്ള ഈ ഒരു ഇതിൻ്റെ പിന്നെ ഷോർട്ടിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വരുന്നത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ. ഈ ഒരു എററിൽ ഒന്ന് ഈ വയർ ചെക്ക് ചെയ്യുക, കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ സെൻസറിൻ്റെ കണക്ഷൻ വരുന്നതും പ്രഷർ സെൻസറിൻ്റെ കണക്ഷൻ വരുന്നതായിട്ടുള്ള ആ ഒരു വയർ. ആദ്യത്തെ ഈ ഒരു 3 വയറെന്ന് പറയുന്നത് പ്രഷർ സെൻസറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വയർ നെഗറ്റീവ് വയറാണ്, അതായത് ബോർഡിലെ ഗ്രൗണ്ട് വയറാണ് ഈ ഒരു പോകുന്നത്. ഇത് രണ്ടും പ്രഷർ സെൻസറിൻ്റെ സിഗ്നൽ വയേഴ്സുകളാണ്. ഈ ഒരു വയറെന്ന് പറയുന്നതാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ സപ്ലൈ പോകുന്നത്. അപ്പോൾ ഈ ഒരു വയറുകൾ തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് സെൻസർ എവിടെ, ഈ സെൻസർ ഊരിയിട്ട് ഈ സെൻസറിനകത്തുനിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എറർ വരുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ 2 വയറിലും ഈ ഒരു കണക്ടറിൻ്റെ ഈ 2 പോർട്ടിലും നമുക്ക് DC-യിൽ 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതേ കണക്ക് തന്നെ ഈ 2 വയറുകൾ തമ്മിലുള്ള കണ്ടിന്യൂറ്റിയും ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റി ഓക്കെയാണ്, ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടെങ്കിൽ ഈ സെൻസർ ചെക്ക് ചെയ്യണം. ഈ സെൻസറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50K ആണ്. പക്ഷേ നമ്മൾ അളക്കുന്ന സമയത്ത് നമുക്കൊരു 37K 40K അടുപ്പിച്ചായിരിക്കും നമുക്ക് ഓംസ് മോഡിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻസർ ഓക്കെയാണ്. ഈ ഒരു സെൻസറും ഓക്കെ,
ഈ ഒരു കണക്ടറും ഈ വയറും കണ്ടിന്യൂറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നിട്ടും ഈ ഒരു എറർ വരും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കി കഴിയുമ്പോഴല്ല, ഓണാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും എറർ വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും പറയാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു എറർ എന്തുകൊണ്ടാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പിന്നിൽ, അതായത് ഈ ഒരു സോക്കറ്റിൽ 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് ഊരാം. ഓക്കെ, ഇത് ഊരി ഞാനിനി മൾട്ടിമീറ്റർ എടുക്കുകയാണ്. മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പവർ ഓണാണ്. ഇവിടുത്തെ ആ ഒരു LED കത്തി കിടക്കുന്നുണ്ടല്ലോ, പവർ ഓണാണ്. ഇനി ഈ മൾട്ടിമീറ്റർ ഇപ്പോൾ ഡയോഡ് മോഡിലാണ്, അത് നമുക്ക് വോൾട്ടേജ് മോഡിലോട്ട് മാറ്റണം. ഇപ്പോൾ DC വോൾട്ടേജ് മോഡിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പിന്നിൽ ഈ ഒരു സോക്കറ്റിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് 5 വോൾട്ട് കൃത്യമായിട്ട് ഈ ഒരു സോക്കറ്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻസറിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഓംസ് മോഡിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സെൻസറിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കാം. ഈ ഒരു സെൻസറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.3 കിലോ ഓംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ബോർഡിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു സെൻസറാണ്. 37 കിലോ ഓംസ് എങ്കിലും നമുക്കിതിനകത്ത് റീഡിംഗ് കാണിച്ചാൽ മാത്രമേ ഈ ഒരു ബോർഡിൽ ഈ ഒരു എറർ വരാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ ഒരു സെൻസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻസറിൻ്റെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് 5 വോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇത് രണ്ടാമത് സെൻസർ കൊടുത്തതിന് ശേഷമുള്ള ഒരു വോൾട്ടേജും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൻസർ കൊടുത്തിട്ടുള്ള ശേഷം ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് 1.027 ആ ഒരു വോൾട്ടേജിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജാണ് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.8 വോൾട്ടേജാണ് വരേണ്ടത്. അതായത് 3.8 വോൾട്ടേജ് വന്നതിന് ശേഷം ആ വോൾട്ടേജ് അത് ഹീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞ് വരുമ്പോഴത്തേക്കുമേ നമ്മുടെ ഈ ഒരു ബോർഡിന് മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ ആകുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളെ ബോർഡിന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ, പവർ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എറർ അവിടെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇത് ഞാനിപ്പോൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ഒരു കണക്ടറുണ്ട്. ഓക്കെ, ഈ ഒരു വയറും കണക്ടർ എന്ന് പറയുന്നത്, ഈ ഒരു സെൻസറും കണക്ടർ എന്ന് പറയുന്നത് ഞാനിവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് സെൻസർ, ഈ ഒരു സെൻസർ ഇല്ലെങ്കിലും, ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ ഇല്ലെന്നുണ്ടെങ്കിലും ഇതിനകത്ത് എറർ അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രഷർ സെൻസർ കണക്ടറാണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു സെൻസറിന് ആ ഒരു സെൻസർ വയറിൽ ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 47 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് ഇതുവഴി. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസും പ്രഷർ സെൻസറും ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഞാൻ മൾട്ടിമീറ്ററും കൂടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, മൾട്ടിമീറ്ററും കൂടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിനി പവർ ഓൺ ചെയ്യുകയാണ്. ഞാൻ പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിവിടെ കറക്റ്റ് ആ ഒരു വോൾട്ടേജ് 3.8 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ കൊടുത്ത സമയത്ത് നമുക്കിവിടെ 1.8 ആയിരുന്നു, 1.02 ആയിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ 3.8 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എറർ
വരത്തില്ല. ഇത് ഫിക്സ്, അതായത് ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. റെഡിയാക്കി എടുക്കാൻ പറ്റാത്ത കംപ്ലൈൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ICയുടെ ലെഗ് ഷോർട്ടിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എറർ നമുക്ക് തിരിച്ച് കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് തിരിച്ച് റിട്ടേൺ ലൈഫിലോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് എത്ര മാറ്റിക്കഴിഞ്ഞാലും സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് നോർമലി വർക്കിംഗ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു എറർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും നോക്കേണ്ടതും എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെൻസർ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് തിരിച്ച് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വരും. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.